അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആൻറ്റിഡോട്ട്സ് ആണ്. ഇത് എല്ലാ ആൻറ്റിഡോട്ട്സിനെ കുറിച്ച് സമ്മറൈസ് ചെയ്യുന്നൊരു ബോക്സാണ്, ഒരു ടേബിൾ ഞാൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ലൈക്ക് ടൈപ്സ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, കെമിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ കീലേറ്റിംഗ് ഏജൻറ്റ്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. അപ്പോൾ മെക്കാനിക്കൽ ഏത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്, നമുക്കെല്ലാം അറിയാതെ അഡ്സോർപ്ഷനാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. പിന്നെ ഡിസ്ട്രക്റ്റീവ് ഡിസ്ലേഷനിലൂടെയാണ് അതുണ്ടാവുന്നത്. പിന്നെ ബോസ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയൊരു ന്യൂമോണിക്കാണ്. ബോസ് എന്ന് പറയുന്നത് ബി ഫോർ ബാർബിച്ചറേറ്റ്സ്, ഒപ്പിയേറ്റ്, സ്ട്രെൻഷനിങ്, സാലിസിലിക് ആസിഡ്. പി എന്ന് പറയുന്നത് ഫീനോതയാസിൻ അല്ലെങ്കിൽ ഫീനോൾ. പിന്നെ ആൻറ്റി എപ്പിലെപ്റ്റിക്സ്, നിക്കോട്ടിൻസ്, ഡൈസിപ്പാം, ബെൻസോ ഡൈസിപ്പാൻ, അതാണ് നമ്മുടെ ഡി. അപ്പോൾ ബോസ്പാണ്ട് പെട്ടെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ 6 to 100 milligram ഒരു അഡൾട്ടിൽ അതൊരു ഫേറ്റൽ ഡോസ് എന്ന് പറയുന്നത്. ബട്ട് 15 to 30 gram, ഏകദേശം പകുതി മതി ചൈൽഡിന്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോസിയോ, വൊമിറ്റിങ്ങോ, ഡയേറിയോ, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഡെമൽസിയൻസ് ആണ്. ഇത് നമുക്ക് 1 മാർക്കൊക്കെ ആയിട്ട് കുറേ ചോദിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ഫോർ ഗ്യാസ്ട്രിക് മ്യൂക്കോസ് ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ എക്സാമ്പിളാണ് ഈ എഗ്ഗ്, മിൽക്ക്, സ്റ്റാർച്ച്, എഗ് വൈറ്റ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യൊക്കെ. അടുത്ത് നോക്കുന്ന കെമിക്കലാണ്. അപ്പോൾ കെമിക്കലിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷനാണ്. നമ്മളിപ്പോൾ എന്ത് ടോക്സിൻസ് എടുത്താലും കെമിക്കൽസ് കൊടുത്ത് അത് പ്രസിപ്പിറ്റേറ്റ് ആയി പോകും. പ്രസിപ്പിറ്റേറ്റ് ആയി നമുക്ക് ഈസി റിമൂവലാണ്. അപ്പോൾ ആൽബുമിൻ എന്ന് പറയുമ്പം മെർക്കുറി ക്ലോറൈഡിൻ്റെ പോയ്സണിങ് കൊടുക്കാം. കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ ഫോസ്ഫറസിന്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, അതായത് നമ്മുടെ KMnO4, ഒപ്പിയം, സ്ട്രിങ്ഷനിങ്, ഫോസ്ഫറസ്, അട്രോപ്പിലിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഭയങ്കര സിമ്പിളായി ഫിസിയോളജിക്കലാണ്. അത് ഭയങ്കര ചെറുതായിട്ട് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് ടിഷ്യൂലാണ് ആക്ട് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് സിംറ്റംസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് കോസ്ഡ് ബൈ പോയ്സൺ. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ലൈക്ക് നമ്മൾ ഒരു പോയ്സണകത്ത് തന്നെ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ റിലീഫ് ഉണ്ടാക്കണം. അത് ഫിസിയോളജിക്കലി ചെയ്യും. ഇതിൽ നമുക്ക് ഡ്രഗ്സും കാര്യമൊക്കെ പറയാം. അപ്പോൾ അടുത്ത നമ്മൾ ആൻറ്റിഡോട്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോക്കുന്നത് സ്പെസിഫിക് കീലേറ്റിംഗ് ഏജൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ബോക്സ് ഞാൻ ചെയ്ത, ബാക്കിയെല്ലാം കുറച്ച് സിമ്പിളായിട്ടാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി എളുപ്പമാക്കാം. ആദ്യം നെയിംസ് ഓഫ് ദി കീലേറ്റിംഗ് ഏജൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എന്തിനൊക്കെയാണ്, ഏതൊക്കെ പോയ്സണിങ്ങിനാണ് അത് ഉപയോഗിക്കുന്നത്, പിന്നെ അതിൻ്റെ ഡോസേജും റൂട്ടും പിന്നെ സൈഡ് എഫക്ട്സും, പിന്നെ നമ്മൾ അവസാനം കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പം ബാൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആൻറ്റി ല്യൂസൈറ്റ്. അപ്പോൾ ഫോർ മാൽ എന്ന് പഠിച്ചാൽ മതി. അപ്പം മാൽ എന്ന് പറയുമ്പോൾ മെർക്കുറി, ആഴ്സനിക്, ലെഡിൻ്റെ പോയ്സണിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഡോസേജ് നോക്കി 50 milligram എല്ലാ 4th hourly ഓൺ ഫസ്റ്റ് 2 days കൊടുക്കുക. അത് കഴിഞ്ഞ് 10 ദിവസം ട്വൈസ് ഡെയിലി കൊടുക്കണം. അപ്പോൾ ഇൻട്രാമസ്കുലർലിയാണ് നമ്മളത് കൊടുക്കുന്നത്. അനോറെക്സിയ, നോസിയ, വൊമിറ്റിംഗ്, റെസ്റ്റ്ലെസ്നെസ്, സലൈവേഷൻ, ലാക്രിമേഷൻ, ബോഡി ഏക്ക്, റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ BP കുറയുക, ബേണിംഗ്, പെയിൻ ഇൻ ദ ഐസ്, ഇതൊക്കെ കാണാം സൈഡ് എഫക്ട്സ് ആയിട്ട്. കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ട് ലിവർ ഡാമേജ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്ക് ഇത് കൊടുക്കരുത്. പിന്നെ ഉള്ളത് EDT ആണ്, അതായത് എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റിക് ആസിഡ്. ഇതിന് ഞാൻ ഉണ്ടാക്കി HgCl അല്ലെങ്കിൽ Hg മെർക്കുറി, കാഡ്മിയം അല്ലെങ്കിൽ കൊബാൾട്ട്, ലെഡ്, ആർസനിക്. ഈ പോയ്സണിങ് നമുക്ക് കൊടുക്കാം. ഇത് ആദ്യം IV സലൈൻ ഡ്രിപ്പായിട്ട് കൊടുക്കാം. 1 milligram in 250 to 500 ml, അതായത് 1 milligram in 250 to 500 ml ഓഫ് 5% ഗ്ലൂക്കോസിലിടണം. ട്വൈസ് ഡെയിലി കൊടുക്കുക. അത് 5 ദിവസം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. IV ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. സൈഡ് എഫക്ട്സ് ആയിട്ട് അനോറെക്സിയ, നോസിയ, വൊമിറ്റിംഗ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്, ബട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ BP 2 സെയിം ആണ് ഞാൻ കാണിക്കുന്ന പോലെ. പിന്നെ റേസ്ഡ് ഇൻട്രാക്രീനിയൽ ടെൻഷൻ കാണും. റീനൽ ഡാമേജ് ഒക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പെൻസിലമൈൻ. അപ്പോൾ അത് ക്ലോമസ് എന്ന് പറഞ്ഞാൽ കോപ്പർ, ലെഡ്, മെർക്കുറി, സിങ്ക്, അതാണ് ക്ലോമസ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ CLMZ. അതിൻ്റെ പോയ്സണിങ്ങിൽ ഉപയോഗിക്കാം. ഇറ്റ് 2 gram per day കൊടുക്കുക. 4 divided dose ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് 7 days, 2 gram per day കൊടുക്കണം. 4 divided dose into 7 days ആണ് നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ സലൈൻ ഡ്രിപ്പ് ആയിട്ട് കൊടുക്കുക. അതൊരു 2 to 4 days നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ആദ്യം 10 days, പിന്നെ 5 days, പിന്നെ 2 to 4 days ആണ് പെൻസിലമീന് വേണ്ടത്. അത് കഴിഞ്ഞ് ഓറലി IV 2 റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ വീണ്ടും ഹൈപ്പർ സെൻസിറ്റിവിറ്റി വന്നു. പിന്നെ അഡീഷണൽ ആയിട്ട് വന്ന പിരിഡോക്സിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡ്രഗ് ഫീവർ, ത്രോംബോസൈറ്റോപീനിയ, നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ ഉണ്ട്. വേറെ കോംപ്ലിക്കേഷനോ കോൺട്രാ ഇൻഡിക്കേഷനോ ഇല്ല. പിന്നെ ഉള്ള ഡെസ്ഫെറോക്സമൈൻ. ഇതെന്ന് പറയുമ്പോൾ അയണിൻ്റെ പോയ്സണിങ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 8 to 12 gram ഓറലി കൊടുക്കണം. അല്ലെങ്കിൽ IV ഡ്രിപ്പ് ഗ്ലൂക്കോസ് അലൈനായിട്ട് കൊടുക്കാം.
അപ്പോൾ ഓറലി IM IV, അപ്പോൾ ഇവിടെ 3 റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനായി. അത് കഴിഞ്ഞിട്ട് സക്സിമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻ്റാണ്. ലൈക്ക് ലെഡ് പോയിച്ചനെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊടുക്കാവുന്നതാണ് സക്സിമർ. ഇത് 10 mg/kg എവറി 8th hourly കൊടുക്കുക. അപ്പോൾ നമ്മൾ വേറൊരു അവർലി പറഞ്ഞ നേരത്തെ 4th hourly 50 mg എവിടെയായിരുന്നു? ബ്രിട്ടീഷ് ആൻഡ് ലിയോസൈറ്റ്. അതുപോലെ 10 mg/kg എവറി 8th hourly ഫോർ 10 days ആണ് നമ്മുടെ സക്സിമറിന്. ഓറലി ആണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് ലെസ് ടോക്സിക് ആണ്, ഗിവൺ ടു പേഷ്യൻറ്റ് വിത്ത് G6PD ഡെഫിഷ്യൻസി.